ഇന്നത്തെ കഥ എനിക്ക് പറയാനുള്ളത്. ബസ് സ്റ്റോപ്പിലെത്തി ബസ് കാത്തു നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നിരുന്ന 2 സ്ത്രീകൾ പിറുപിറുക്കുന്നത് കേട്ടത്. ഗീതെ, നിനക്ക് മനസ്സിലായോ? കുറച്ചു നാൾ മുന്നേ പത്രത്തിലൊക്കെ ഉണ്ടായ... പറഞ്ഞു തീർന്നതിനു മുമ്പേ അതെ, ഞാൻ തന്നെയാണ് എന്ന ഭാവത്തിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ ഒരളിഞ്ഞ ചിരി ചിരിച്ചു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ വേഗം തന്നെ വന്ന ഓട്ടോയിൽ കയറി സ്ഥലം കാലിയാക്കുകയാണ് അവൾ ചെയ്തത്. തെരുവിന്റെ ഒഴിഞ്ഞ മൂലയിൽ അവളെ കാത്തു നിൽക്കുകയായിരുന്നു അരുൺ. അവൾ അടുത്തെത്തിയതും അവൻ മുഖവുരയില്ലാതെ പറഞ്ഞു, ആതിര, നമുക്ക് പ്രാക്ടിക്കലായി ചിന്തിക്കാം. എൻ്റെ വീട്ടുകാർക്കൊന്നും ഈ റിലേഷനിൽ താല്പര്യമില്ല. അതുകൊണ്ട്... അരുൺ, അവർ മുമ്പേയും സമ്മതിച്ചില്ലല്ലോ. എല്ലാത്തിനും വലുത് എൻ്റെ സ്നേഹമാണ് എന്ന് പറഞ്ഞിട്ടിപ്പോൾ... ആതിര, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാതെ? പണ്ട് നീ... ഇതിപ്പോ കുറെ പേർ... പറഞ്ഞ് മുഴുമിക്കുന്നതിന് മുന്നേ തൻ്റെ കയ്യിലെ മോതിരം അവൻ്റെ നേരെ വലിച്ചെറിഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. വീട്ടിലെത്തിയ പാടെ നിലവിളിച്ച് കരഞ്ഞു. സങ്കടം പോകും വരെ. ഇനി ഇങ്ങനെ ജീവിക്കുന്നതിന് നല്ലത് അങ്ങ് അവസാനിപ്പിക്കുന്നതാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. കയ്യിൽ കിട്ടിയത് ഒരു പേപ്പർ കട്ടറായിരുന്നു. ഞരമ്പിൽ ചേർത്ത് വെക്കവേ, ഈശ്വര, അവൾ ഞെട്ടി ഉണർന്നു. ആകെ വിയർത്ത് കുളിച്ചിരുന്നു. ഫാൻ ശക്തമായി കറങ്ങുന്നുണ്ടായിരുന്നു. സമയം 2 അടിച്ചു. വിയർപ്പ് തുടച്ച് അവൾ നേരെ തൻ്റെ ലാപ്ടോപ്പിൽ ഫേസ്ബുക്ക് സെർച്ച് ചെയ്തു. തൻ്റെ പേജിൽ കുറെ കമൻറ്റുകളും ചോദ്യങ്ങളും. ഒന്നും വായിച്ചു നോക്കാതെ അവൾ ടൈപ്പ് ചെയ്തു. എനിക്ക് പറയാനുള്ളത്, എന്നെ സഹതാപത്തോടെ നോക്കുന്ന എൻ്റെ രക്ഷിതാക്കളോടല്ല. എനിക്ക് പറയാനുള്ളത്, എന്നെ കാണുമ്പോൾ മാറി നിന്ന് പിറുപിറുക്കുന്നവരോടല്ല. എനിക്ക് പറയാനുള്ളത്, എനിക്കെതിരെ ചോദ്യശരങ്ങൾ ഉതിർക്കുന്ന പൊതുസമൂഹത്തോടല്ല. എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഇതേ സാഹചര്യത്തിലൂടെ കടന്നു വന്നവരോടാണ്. എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. എനിക്ക് പറയാനുള്ളത് തങ്ങളുടെ മക്കളെപ്പറ്റി ആലോചിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കളോടാണ്. ഞാൻ ആതിര. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളും മറ്റും കൂടി കൊണ്ടാടിയ ആ ഇര, അത് ഞാനാണ്. എൻ്റെ മേൽ അതിക്രമം കാട്ടിയവരെ ഞാൻ കോടതിക്ക് മുന്നിൽ അന്നേ കൊണ്ടുവന്നു. അവരുടെ ശിക്ഷ ചിലപ്പോൾ കഴിഞ്ഞും കാണാം. എന്നിട്ടും ഞാൻ അതിൻ്റെ ശിക്ഷ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ഭയമില്ല. എന്തെന്നാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ധരിച്ച ചുരിദാറിനോ ഞാൻ പുറത്തിറങ്ങിയ സമയത്തിനോ ഒരു പ്രശ്നവുമില്ല. അന്ന് രാത്രി എൻ്റെ ശരീരത്തിൽ അയാൾ കയറി പിടിച്ചപ്പോൾ, എന്നെ ആക്രമിച്ചപ്പോൾ, എൻ്റെ മേൽ കയ്യേറ്റം നടത്തിയപ്പോൾ അഴിഞ്ഞു വീണത് അവൻ്റെ മുഖംമൂടിയാണ്. അവനിലെ മൃഗമാണ്. ഒരു മൃഗം കാട്ടിക്കൂട്ടിയ തോന്നിയാസത്തിന് ഞാൻ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഞാൻ എങ്ങനെയാണ് കളങ്കപ്പെട്ടവളാകുന്നത്? വില കുറയാനും കളങ്കപ്പെടാനും ഞാൻ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു ചരക്ക് സാധനമല്ല. ഞാനൊരു വസ്തുവല്ല, മനുഷ്യനാണ്. എനിക്ക് പറയാനുള്ളത് പെൺകുട്ടികളോടാണ്. ചുറ്റുമുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോഴും കളിയാക്കുമ്പോഴും ധൈര്യത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക. കാരണം നിങ്ങൾ ഇരകളല്ല, നിങ്ങൾ അതിൽ നിന്നും അതിജീവിച്ചവരാണ്. ആതിര.